പുറത്തെ ചാറ്റൽ മഴ പതിയെ ആർത്തിരമ്പി പെയ്യാൻ തുടങ്ങി. എന്നാൽ അതിലും വലിയൊരു മഴയായിരുന്നു തേയുടെ മനസ്സിൽ പെയ്തത്. ജിമിൻ്റെ മഴ നനഞ്ഞ തണുത്ത കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചിരുന്നു. അവൻ്റെ മുഖത്തു നിന്നും ഇറ്റുവീണ മഴവെള്ളം അവളുടെ കഴുത്തിൽ പതിച്ചു. ചൂടുകൊണ്ട് വിയർത്തിരുന്ന അവളുടെ ശരീരത്തിലേക്ക് ജിമിൻ്റെ സ്പർശനത്തിൽ നിന്നും തണുപ്പ് അരിച്ചു കയറി. അറിയാതെ അവളൊന്ന് വിറച്ചു. എത്ര നേരം അവർ അങ്ങനെ നിന്നു എന്നറിയില്ല. തേയുടെ ശ്രദ്ധ മുഴുവനും ജിമിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. ജെറി കാണിച്ച ഫോട്ടോയിൽ ചിരിക്കുന്ന ജിമിനാണെങ്കിൽ താൻ കാണുന്ന ജിമിൻ്റെ മുഖത്തിൽ ചിരിയായിരുന്നില്ല. പകരം ഒരു ഭാവവും വരാതെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ മുഖത്ത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തോ ഒന്നായിരുന്നു. പതിയെ ജിമിൻ അവളെ താങ്ങി നിർത്തി. തേയ ഒന്നും പറയാതെ നിന്നു. റിയലി സോറി. ഞാൻ പെട്ടെന്ന് മഴ നനഞ്ഞ് വന്ന് ആകെ മനസ്സ് ശരിയാകാതെ വന്നപ്പോൾ പിന്നെ ഞാൻ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിൽ കയറാൻ വേണ്ടി ഡോറ് പുഷ് ചെയ്തതാണ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ആക്ച്വലി ആരും ഈ ടൈമിൽ വരില്ലെന്ന് കരുതി. അതുകൊണ്ട് കുറച്ച് വിജിലൻ്റ് ആയിട്ടാണ്. ജീനി ചേച്ചി വിളിച്ചപ്പോൾ വരുമെന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ്. പിന്നെ കറണ്ട് കൂടി പോയപ്പോ എന്തായാലും കുഴപ്പമില്ല. സാധാരണ ഇങ്ങനെ കറണ്ട് പോകാറില്ല. ഇൻവെർട്ടറിന് എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. എനിവേസ് യു ആർ there, right? It's nice to meet you. ജിമിൻ അതും പറഞ്ഞ് അവൾക്കു നേരെ കൈനീട്ടി. ഒരു നിമിഷം തേയ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു ചെറിയ പുഞ്ചിരി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. തേയ തിരിച്ചും ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവന് കൈ കൊടുത്തു. നൈസ് ടു മീറ്റ് യു ടു. ജിമിനി ചായൻ ഹോസ്പിറ്റലിൽ നിന്നും ഡയറക്റ്റ് വരുവാണോ? അങ്കിളിന് എങ്ങനെയുണ്ട്? ജിമിൻ തേയുടെ മറുപടി കേട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരുപക്ഷെ അവളുടെ വായിൽ നിന്നും ഇച്ചായ എന്ന വാക്ക് കേട്ടതുകൊണ്ടാകാം അവൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അവനത് മുഖത്ത് കാണിച്ചില്ല. ഡാഡിയെ നാളെ റൂമിലേക്ക് മാറ്റും. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. എനിക്ക് നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ ഞാൻ എല്ലാ പ്ലാൻസും ക്യാൻസൽ ചെയ്തുകൊണ്ട് എല്ലാം രാവിലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. എന്തായാലും ഡാഡിക്ക് ഭേദമായതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷ് ആകാമെന്ന് കരുതി. പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് ഓഫീസിൽ പോകണം. അതാ പെട്ടെന്ന് വന്നത്. ഞാൻ സഡനായിട്ട് എടുത്ത ഡിസിഷനായിരുന്നു. ജീനിയും മമ്മിയും ഒക്കെ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് തന്നെ അറിയിക്കാൻ പറ്റാഞ്ഞത്. സാരമില്ല ചായ. ഇച്ചാൻ എന്തായാലും റൂമിലേക്ക് പോയിക്കോ. പിന്നെ ഫുഡ് കഴിച്ചായിരുന്നു? ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. പിന്നെ ജെറി ഉറങ്ങിയോ? മോൻ എപ്പോഴേ ഉറങ്ങി. ഓക്കെ, എങ്കിൽ താനും കിടന്നോ. ഞാൻ റൂമിലേക്ക് പോവുക. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്സ് ഇന്നിവിടെ തങ്ങിയതിന്, ജെറിയെ നോക്കിയതിന്. ജിമിനിൽ നിന്നും ഇങ്ങനൊരു നന്ദി വാക്ക് തേയ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏയ്, ഞാൻ ഈ വീട്ടിലെന്നും വരുന്നതല്ലേ. ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ജെറി എനിക്ക് സ്വന്തം മകനാ. അവനെ നോക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കുടുംബം എന്നെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് കാണുന്നതും. അപ്പോ ഒരാവശ്യം വരുമ്പോ അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ. തേയയുടെ വാക്കുകൾ ജിമിനെ അത്ഭുതപ്പെടുത്തി. ഓരോ നിമിഷവും അവളുമായി ഇടപെടുമ്പോൾ ജിമിൻ വിചാരിച്ചതിലും വ്യത്യസ്തയാണ് തേയെന്ന് അവന് മനസ്സിലായി. രണ്ടുപേരും ഇത് ആദ്യമായി കാണുന്നതെങ്കിലും അവർ പോലും അറിയാതെ എങ്ങനെ ഇത്രയും നന്നായി അവർ സംസാരിച്ചു എന്നത് അവർക്ക് തന്നെ അത്ഭുതമായി തോന്നി. എങ്കിലും രണ്ടുപേരും അത് പുറത്തു കാണിച്ചില്ല. ജിമിൻ കൂടുതലൊന്നും പറയാതെ നടന്നു നീങ്ങി. തേയ ഡോറടച്ച് കുറ്റിയിട്ടു. തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ
ജിമിൻ ജെറിയുടെ അടുത്ത് ഇരിക്കുന്നത് കണ്ടു. അവൾ മുറിയിൽ കയറാതെ വെളിയിൽ തന്നെ നിന്നു. ജിമിൻ ജെറിയുടെ തലയിൽ തലോടുന്നതും ഉമ്മ കൊടുക്കുന്നതും അവൾ നോക്കി നിന്നു. എത്ര വലിയ ബിസിനസ്മാൻ ആണെങ്കിലും ജിമിൻ്റെ ഉള്ളിലെ അച്ഛൻ ഇന്നും സങ്കടപ്പെടുന്നുണ്ടെന്ന് അവൾക്ക് അവൻ്റെ കണ്ണുകളിൽ നിന്നും മനസ്സിലായി. പല കാര്യങ്ങളും ഉള്ളിലൊതുക്കി അവൻ ജീവിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ അവൻ്റെ കണ്ണുകൾ മാത്രം മതിയായിരുന്നു. ജിമിൻ പതിയെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് തേയ അവിടെ നിൽക്കുന്നത് അവൻ കണ്ടത്. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജിമിൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു കയറി വാതിലടച്ചു. തേയ തിരികെ റൂമിൽ കയറി ലൈറ്റ് ഓഫാക്കി ജെറിയോട് ചേർന്ന് കിടന്നു. ജെറിയുടെ കുഞ്ഞുമുഖം നോക്കി കിടന്നു. നിന്റെ പപ്പ ഒരു പാവാണ് ജെറി. മോനെ ഒത്തിരി ഇഷ്ടാ പപ്പയ്ക്ക്. മോന് വേണ്ടി പപ്പ ഒത്തിരി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. മോൻ എപ്പോഴും പപ്പയുടെ കൂടെ ഉണ്ടായിരിക്കണം. തേയ ഉറങ്ങിക്കിടക്കുന്ന ജെറിയോട് പറഞ്ഞു. അവൻ ഒന്നും കേൾക്കുന്നില്ലെങ്കിലും തേയ്ക്ക് അപ്പോൾ അങ്ങനെ പറയാൻ തോന്നി. പിന്നെ അവൾ തിരിഞ്ഞു കിടന്ന് മനസ്സിൽ പറഞ്ഞു, എനിക്ക് നിന്റെ പപ്പയെ ഒരുപാട് ഇഷ്ടമാണ് ജെറി, ഒരുപാട്. ഒരു ചെറിയ ചിരിയോടെ അവൾ ജിമിൻ്റെ മുഖം മനസ്സിലോർത്തു. ആദ്യമായി ജിമിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ തേയ്ക്ക് അവനോട് ഒരിഷ്ടം തോന്നിയിരുന്നു. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ജെറിയുടെ വാക്കുകളിലൂടെ അവൾ പതിയെ ജിമിനെ സ്നേഹിച്ചു തുടങ്ങി. ജിമിനിലെ അച്ഛനെ അവൾ തിരിച്ചറിഞ്ഞു. റീനയുടെയും മൈക്കിളിൻ്റെയും വാക്കുകളിലൂടെ ജിമിൻ്റെ കുട്ടിക്കാലവും കൗമാരവും യൗവനവും അവൾ അറിഞ്ഞു. അവൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ചിട്ടകളും അവൾ മനഃപ്പാടമാക്കി. പതിയെ പതിയെ ആ ഇഷ്ടം പ്രണയമായി അവളുടെ മനസ്സിൽ പൂവണിഞ്ഞു. ആരോടും ഒരിക്കൽ പോലും അവളിത് തുറന്നു പറഞ്ഞിട്ടില്ല. അതിന് കാരണം ജെറിയായിരുന്നു. അവൾക്ക് ജെറിയുടെ മമ്മിയായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപക്ഷേ അവളുടെ പ്രണയം എല്ലാവരും അറിഞ്ഞാൽ അവളെ ജെറിയിൽ നിന്നും അകറ്റുമോ എന്ന ഭയം അവളിൽ എല്ലാം സ്വന്തം മനസ്സിൽ ഒളിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. വീട്ടിൽ പലപ്പോഴും വിവാഹത്തിന് ശ്രമിച്ചപ്പോൾ അവൾ പലതും പറഞ്ഞ് ഒഴിയുന്നത് ജെറിയെ വിട്ടുപോകാൻ കഴിയാത്തതുകൊണ്ടും ജിമിനോട് അവൾക്ക് അത്രയും പ്രണയമുള്ളതുകൊണ്ടുമാണ്. എല്ലാം അവൾ മനസ്സിൻ്റെ ഒരു കോണിൽ തന്നെ ഒളിച്ചു വെച്ചു. ആദ്യമായി ജിമിൻ്റെ സ്പർശം അവൾക്ക് കിട്ടിയപ്പോൾ പല വികാരങ്ങളും അവളുടെ മനസ്സിൽ അലയടിച്ചു. അതോർത്തപ്പോൾ തേയുടെ മുഖത്ത് നാണത്തിൻ്റെ ചിരി മൂടി. ഓരോന്നങ്ങനെ ചിന്തിച്ച് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇതേ സമയം ജിമിൻ അവൻ്റെ മുറിയിൽ ബാത്റൂമിൽ ഷവറിൻ്റെ കീഴിൽ നിൽക്കുമായിരുന്നു. ഷവറിൽ നിന്നും ചൂടുവെള്ളം അവൻ്റെ തണുത്ത ശരീരത്തിലേക്ക് വീണു. കുറച്ച് നിമിഷങ്ങൾ അവൻ അങ്ങനെ തന്നെ നിന്നു. പിന്നെ പതിയെ ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു. ഡാഡിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരും എന്ന് കരുതിയില്ല. എന്ത് കാരണം കൊണ്ടാണ് അതുണ്ടായത് എന്നറിയില്ല. ഡാഡി ഇതുവരെ ഒന്നും തന്നോട് പറഞ്ഞിട്ടില്ല. എന്തോന്ന് ഡാഡിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. പിന്നെ അവന്റെ ചിന്ത പോയത് കുറച്ചു മുൻപ് നടന്ന സംഭവത്തിലേക്കാണ്. വീട്ടിൽ ജെറിയുടെ കൂടെ തേയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജിമിൻ ആദ്യം വീട്ടിലേക്ക് പോകണോ എന്ന് ഒരു വട്ടം ആലോചിച്ചു. അങ്ങനെ എങ്ങനെ ആലോചിക്കാതിരിക്കും? കാരണം ഇതുവരെ തേയെ താൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഒരിക്കലും അവരുടെ ആദ്യ കണ്ടുമുട്ടൽ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം തേയെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ അവൻ മൂടിവെച്ച എന്തോ ഒന്ന് പുറത്തു വന്നതുപോലെ അവന് തോന്നി.
ഫോട്ടോയിൽ കണ്ട ഒരാളെ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോൾ ജിമിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി അവൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട്, ഒരു പെണ്ണിനെ ഇത്രയും അടുത്തായി കണ്ടിട്ട്. പെട്ടെന്ന് തേയ തന്റെ കയ്യിൽ ചേർന്നു നിന്നപ്പോൾ, അവൾ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നപ്പോൾ ജിമിൻ അവളുടെ മുഖത്ത് കണ്ണെടുക്കാതെ നോക്കി നിന്നത്. ഫോട്ടോയിൽ കാണുന്നതിലും അതീവ സുന്ദരിയാണ് അവളെ നേരിൽ കാണുമ്പോൾ. നീണ്ടു കറുത്ത കനമുള്ള മുടി, ഗോതമ്പിന്റെ നിറം, ചുവന്ന ചുണ്ടുകൾ, മേക്കപ്പിന്റെ ഫലമില്ലാതെ തിളങ്ങുന്ന ചർമ്മം. അവൾ പതിയെ കണ്ണുകൾ തുറന്നപ്പോൾ അവളുടെ വെള്ളാരം കണ്ണുകൾ അവളുടെ ഭംഗി ഒന്നും കൂടി കൂട്ടിയതായി തോന്നി. ആ കണ്ണുകൾ തന്നോട് എന്തോ പറയാതെ പറയുന്നതായി തോന്നി. പക്ഷേ ജിമിൻ തന്റെ മനസ്സിനോടായി പറഞ്ഞു, വേണ്ട, ഇനി വീണ്ടും ഒരിക്കൽ കൂടി ഒരു പരീക്ഷണത്തിന് തനിക്ക് വയ്യ. ജിമിൻ പെട്ടെന്ന് തന്നെ ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഡ്രസ്സ് മാറി കിടക്കാൻ നേരത്ത് അവന് ദാഹിച്ചു. വെള്ളമെടുക്കാനായി അവൻ താഴെ ചെന്നു. തിരികെ റൂമിൽ കയറുന്നതിന് മുൻപ് ജെറിയുടെ റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ച അവനെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. ആ കട്ടിലിൽ തേയ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ജെറി അവളോട് ചേർന്ന് സമാധാനമായി ഉറങ്ങുന്നു. പെട്ടെന്ന് മമ്മിയുടെ വാക്കുകൾ അവൻ ഓർത്തു. ഒരുപക്ഷെ തേയില്ലായിരുന്നുവെങ്കിൽ ജെറിയെ ഇത്രയും നന്നായി വളർത്താൻ എനിക്ക് മിച്ചാനും പറ്റില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ ജിമിൻ വീട്ടിൽ വരുമ്പോൾ ജെറി അന്ന് എന്തൊക്കെ തേയുടെ കൂടെ ചെയ്തെന്ന് പറയും. പപ്പ, ഇന്ന് തേയ മമ്മി എന്നെ പാക്കി കൊണ്ടുപോയി. തേയ മമ്മി എനിക്ക് വാങ്ങിച്ചു തന്ന ടോയ് കണ്ടു. തേയ മമ്മി ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കി തന്നു. തേയ മമ്മി എനിക്ക് ഒത്തിരി ഇഷ്ടാ. ജെറിക്ക് ഒരു പക്ഷേ തന്നെക്കാളും ഇഷ്ടം തേയോടായിരിക്കും എന്ന് ജിമിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്കിലും ഒരു പരിചയവുമില്ലാത്ത തന്റെ മകനോട് എന്തിനാ അവൾ ഇത്രയും സ്നേഹം കാണിക്കുന്നത് എന്ന് അവന് മനസ്സിലായില്ല. എന്നിരുന്നാലും താൻ എപ്പോഴും തേയോട് കടപ്പെട്ടിരിക്കുമെന്ന് അവനറിയാം. അധികം നിൽക്കാതെ പതിയെ അവൻ മുറിയിലേക്ക് നടന്നു. പിന്നെ കിടന്നുകൊണ്ട് പലതും ആലോചിച്ചു. ഒരുപക്ഷെ മമ്മി പറഞ്ഞതുപോലെ തേയെ വിവാഹം കഴിച്ചാൽ അത് ജെറിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. പക്ഷേ അതിന് താൻ തയ്യാറാണോ? തൻ്റെ ജീവിതത്തിൻ്റെ ഇനി ഒരു സന്തോഷകരമായ ജീവിതം സാധ്യമാവുമോ? പഴയ പല ഓർമ്മകളും ജിമിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് എപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ജിമിന് ഉറക്കമുണർന്നത് ജെറിയുടെ വിളി കേട്ടിട്ടാണ്. പപ്പ, എഴുന്നേക്ക് പപ്പ, എനിക്ക് അപ്പച്ചനെ കാണണം. ബാ, നമുക്ക് അപ്പച്ചന്റെ അടുത്ത് പോവാം. ജെറി ജിമിനെ കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു. മോനെ, അടങ്ങിയിരിക്കി, പപ്പ ആദ്യം ഒന്ന് എണീക്കട്ടെ. ജിമിൻ പതിയെ കണ്ണു തുറന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് എണീക്ക് പപ്പ. ആ, എഴുന്നേറ്റു. ജിമിൻ എഴുന്നേറ്റിരുന്ന് ജെറി എടുത്ത് മടിയിലിരുത്തി. മോനെന്തിനാ ഇത്രയും നേരത്തെ എഴുന്നേറ്റ്? ഇന്ന് സാറ്റർഡേ അല്ലേ? അത് ഞാൻ തേമമ്മി എഴുന്നേറ്റപ്പോ കൂടെ എഴുന്നേറ്റതാ. ജിമിൻ അപ്പോഴാണ് തേയുടെ കാര്യം ഓർത്തത്. പെട്ടെന്ന് തന്നെ ജിമിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഹലോ സാർ, ഇന്ന് രാവിലെ നടത്താനിരുന്ന മീറ്റിംഗ് ഉച്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ഇന്നലെ ക്യാൻസൽ ചെയ്ത ഷെഡ്യൂൾസ് എല്ലാം ഇന്നത്തേക്ക് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചില ഡീൽസ് ഒക്കെ സാറ് വരാതെ തന്നെ അവർ ഓക്കെ പറഞ്ഞു. സാർ അതുകൊണ്ട് ഉച്ചയായിട്ട് കമ്പനിയിൽ വന്നാൽ മതി. താങ്ക് യു റിജോ, ഐ റിയലി നീഡഡ് സം ടൈം. താങ്ക് യു ഫോർ ടേക്കിംഗ് കെയർ ഓഫ് എവറിത്തിങ് ഇൻ മൈ ആബ്സെൻസ്. സർ പ്ലീസ്, ഈ കമ്പനി കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സാറിനും കുടുംബത്തിനും ഒരാവശ്യം വന്നാൽ ഞാനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ. സാർ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഓക്കെ ദെൻ, ഞാൻ കമ്പനി വന്നിട്ട് കാണാം. എനിവേസ്, പ്രിപ്പയർ ഫോർ ദ മീറ്റിംഗ്. ഓക്കെ സാർ. ഫോൺ വെച്ച് കഴിഞ്ഞ് ജിമിൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. അവന് തൻ്റെ എംപ്ലോയീസിനോട് വലിയ കടപ്പാടുണ്ട്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് അവന് ഒരാശ്വാസമാണ്. എന്തായാലും ഉടനെ തന്നെ കമ്പനിയിലേക്ക് പോകേണ്ടാത്തതുകൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. മോനു,
മോൻ പോയി ഡൈനിങ് ടേബിൾ വെയിറ്റ് ചെയ്. പപ്പ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ പപ്പ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് അപ്പച്ചനെ കാണാൻ പോകുമല്ലോ അല്ലേ? പിന്നെന്താ, നമുക്ക് പോവാലോ. ജെറി സന്തോഷത്തോടെ ജിമിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ജിമിനും അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തിരികെ കൊടുത്തു. ജെറി പിന്നെ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. ജിമിൻ പിന്നീട് താമസിച്ചില്ല. കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി. അവൻ ഡൈനിങ് റൂമിലേക്ക് എത്തിയപ്പോൾ ജെറി റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് ജിമിൻ അവിടേക്ക് നീങ്ങി. അവിടെ അവൻ കണ്ടത് സാരി ഇടുപ്പിൽ കുത്തി മുടി വാരിക്കെട്ടി ഓടി നടന്ന് ഫുഡ് പാത്രങ്ങളിലാക്കുന്ന തേയായിരുന്നു. അങ്ങനെ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. വളരെ സാധാരണമായ രീതിയിൽ ഒരു പെണ്ണിനെ കാണാൻ ഇത്രമേൽ സൗന്ദര്യമുള്ളതായി തോന്നുന്നത് ആദ്യമായിട്ടാണ്. എത്ര നേരം അവൻ അവളെ നോക്കി അങ്ങനെ നിന്നു എന്നറിയില്ല. ഇച്ചായ, ഹലോ, എന്തെങ്കിലും വേണോ? തേയുടെ ചോദ്യം കേട്ടിട്ടാണ് അവൻ ഞെട്ടി സുബോധത്തിലേക്ക് വന്നത്. നോക്കുമ്പോൾ തേയ ഒരു കൈയിൽ മുട്ടക്കറിയും മറ്റേ കൈയിൽ പാലപ്പവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആ, ഞാൻ ഫുഡായി ഒന്ന് നോക്കാൻ വന്നതാ. ഓ അതാണോ? ദേ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇച്ചായനിരുന്നു. ജിമിൻ പിന്നെ ഒന്നും പറയാതെ ഡൈനിങ് ടേബിളിൽ ചെന്ന് കസേര നീക്കിയിരുന്നു. തേയ അവൻ്റെ അടുത്ത് വന്ന് കാസറോളും ബൗളും മേശപ്പുറത്ത് വെച്ചു. എന്റെ പാചകം ഇഷ്ടാവോന്നറിയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. തേയ പിന്നെ പാലപ്പവും മുട്ടക്കറിയും ജിമിൻ്റെ പാത്രത്തിലേക്ക് വിളമ്പി. പിന്നെ ജെറിയുടെ പാത്രത്തിലും വിളമ്പി. ജിമിൻ കുറച്ച് പാലപ്പം മുറിച്ചെടുത്ത് കറിയിൽ മുക്കി വായിൽ വെച്ചു. തൻ്റെ മമ്മിയല്ലാതെ മറ്റാരും ഉണ്ടാക്കുന്ന ഫുഡ് ജിമിന് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ഇത് തേയുടെ കൈപുണ്യം അവന് നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ പോലും അറിയാതെ അവൻ എടുത്ത അപ്പത്തിൻ്റെ എണ്ണം കൂടി വന്നു. ഇച്ചായന് ഇനി അപ്പം വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ ചുട്ടുകൊണ്ട് വരാം. ഓ സോറി, ഇന്നലെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ബാക്കിയുണ്ടോ? താൻ കഴിച്ചോ? ഏയ് അത് കുഴപ്പമില്ല. ദേ ജെറിമോൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമല്ലേ? അപ്പോ തേയ വരുന്നില്ലേ? അത് എന്റെ കൈ വേറെ ഡ്രസ്സൊന്നുമില്ല. ആകെയുള്ളത് ഈ സാരിയാണ്. ഇതാണെങ്കിൽ മുഷിയുകയും ചെയ്തു. ജിമിൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. താൻ എന്തായാലും ഫുഡ് കഴിക്കി, ഞാനിപ്പോ വരാം. ഇതും പറഞ്ഞ് ജിമിൻ പ്ലേറ്റും എടുത്ത് എഴുന്നേറ്റു. അയ്യോ ഇച്ചായ, ആ പ്ലേറ്റ് അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. എനിക്കിതാ ശീലം. ജിമിൻ പ്ലേറ്റും എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി കഴുകി വെച്ചു. പിന്നെ നേരെ റൂമിലേക്ക് പോയി അലമാര തുറന്നു. അതിൻ്റെ ഏറ്റവും പുറകിൽ നിന്നും ഒരു കവർ പുറത്തെടുത്തു. അത് തുറന്ന് അതിൽ നിന്നും ഒരു സാരിയും ബ്ലൗസും പുറത്തെടുത്തു. 6 വർഷത്തെ പഴക്കമുണ്ട് അതിന്. സിയ തൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി കടന്നു വന്നപ്പോൾ മമ്മി അവൾക്ക് കൊടുത്ത സമ്മാനം. എന്നാൽ അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതുപോലെ തന്നെ അകത്തെടുത്ത് വെച്ചതാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവളുടെ ഓർമ്മ തരുന്ന ഒരു സാധനങ്ങളും ആ വീട്ടിൽ ഇന്നില്ല. എന്നിരുന്നാലും ഈ സാരി മാത്രം കളയാൻ ജിമിന് തോന്നിയില്ല. ഇത് വെറുമൊരു സമ്മാനമല്ല, തൻ്റെ മമ്മിയുടെ സ്നേഹമാണ്. ഒരുപക്ഷേ ഇന്നീ സാരിക്ക് ഏറ്റവും അർഹ തേയായിരിക്കുമെന്ന് ജിമിന് തോന്നി. അവൻ സാരി തിരികെ കവറിലാക്കി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. തേയ ഒഴയ്ക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുകയായിരുന്നു. ജെറി സോഫയിൽ TV കണ്ടിരിക്കുന്നു. ജിമിൻ പതിയെ തേയുടെ അടുത്തേക്ക് നടന്നു. തേയ,